യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഈ ആക്ഷേപവും ആരോപണവും എല്ലാം ഉന്നയിക്കുന്നത്. അങ്ങ് കണ്ടിരുന്നു, അങ്ങ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് വിട്ടിരുന്നു. എന്താണിതിൽ? അല്ല, ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കും അതുപോലെ സൈബർ പോരാളികൾക്കും അവരുടേതായ ഫ്രീഡം ഉണ്ട്. പക്ഷെ കോൺഗ്രസിൻ്റെ നാമധേയം ഉപയോഗിക്കുന്ന പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവർക്ക് താല്പര്യങ്ങളെക്കാൾ അപ്പുറത്തേക്ക് കോൺഗ്രസ് നേതാക്കന്മാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി വരികയാണ്. ഈ രാഹുലിനെ വെള്ളപൂശാനുള്ള ഒരു നീക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? അതിപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അനുഭവിച്ചതല്ലേ. ലോകത്തെവിടെയും അമേരിക്കയിലായാലും യൂറോപ്യൻ നാടുകളിലായാലും ലോകത്തെവിടെയും എത്ര കണ്ട് വഷന്മാരുള്ള ഒരു രാജ്യത്താണെങ്കിലും ഒരു ഭരണാധികാരിയോ ഒരു പൊതുപ്രവർത്തകനോ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായാൽ അത് അധോഗതിയിലേക്കും അധപ്പതനത്തിലേക്കും പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വെള്ളപൂശുന്നത് ഒക്കെ നടക്കട്ടെ, വെള്ളപൂശിക്കൊണ്ടിരിക്കട്ടെ, നമുക്ക് യാതൊരു പ്രത്യാശമില്ല. അത് പാർട്ടിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പാർട്ടിയുടെ പേരിൽ വെച്ചുകൊണ്ട് പാർട്ടിയുടെ കെയർ ഓഫിൽ അങ്ങനെ വേണ്ട. കോൺഗ്രസ് സംശുദ്ധമായ പാർട്ടിയാണ്. കോൺഗ്രസ് അഴിമതിക്കാരെയും പെണ്ണുപിടിയന്മാരെയും സംരക്ഷിക്കുന്ന പാർട്ടി അല്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുലിനെ മാറ്റി നിർത്തേണ്ടി വന്നത്. അല്ല, ആയിരിക്കാം, അത് സ്വാഭാവികമായിട്ട് നേതാക്കന്മാരുടെ തീരുമാനമാണ്. ഇത് അങ്ങ് പറഞ്ഞു വെച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ വെള്ളം പൂശുന്ന സമയത്ത് പുറത്തു പറയാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായെന്ന് അങ്ങേക്കും ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? എനിക്ക് ബോധ്യമുണ്ട്, എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ ബോധ്യമുള്ള കാര്യങ്ങൾ മുഴുവനും. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് കടിച്ചിറക്കുന്നു. അതായത് പറഞ്ഞാൽ ഇവരൊക്കെ അകത്തു പോകേണ്ടി വരും. ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. എനിക്കറിയാവുന്ന, എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കടിച്ചിറക്കുക എന്നല്ലാതെ പാർട്ടിയിൽ നിൽക്കുമ്പോൾ, പാർട്ടിയുടെ അച്ചടക്കത്തിനകത്ത് നിൽക്കുമ്പോൾ അത് പാലിച്ചു പോവുക, അതാണ് എൻ്റെ ശീലം. അതുകൊണ്ടാണ് മിണ്ടാത്തത്. തീർച്ചയായിട്ടും.